അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 114. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖല്ലദീ കദ്ദബ വതവല്ലാ وسيجنبها الأتقى الذي يؤتي ماله يتزكى. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ലൈലിലെ 15, 16, 17, 18 ആയത്തുകളാണ്. ഇന്നലെ നാം പറഞ്ഞു വെച്ചു ഫഅൻദർതുകും നാറൻ തലല്ലാ. അല്ലാഹു തആല നമ്മോട് പറയുന്നു, നിങ്ങളെ ഞാൻ മുന്നറിയിപ്പ് നടത്തുന്നത് കത്തിജ്വലിക്കുന്ന നരകം പറഞ്ഞുകൊണ്ടാണ്. ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖാ. ആ നരകത്തിൽ കടന്ന് കത്തിക്കരിയുകയില്ല. ഇല്ലൽ അഷ്ഖാ, പരാജിതനല്ലാതെ നരകത്തിലേക്ക് പോകേണ്ടി വരില്ല. അല്ലദീ കദ്ദബ വതവല്ല, സത്യത്തെ തള്ളുകയും അള്ളാഹുവിനുള്ള ആരാധനയിൽ നിന്ന് പിന്തിരിയുകയും തിരിഞ്ഞുകളയുകയും ചെയ്ത പരാജിതനല്ലാതെ ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരില്ല. അവിടെ നരകാഗ്നിയിൽ എരിഞ്ഞു തീരേണ്ടി വരില്ല. ഇവിടെ അഷ്ഖ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരാജിതൻ, ഷഖീ എന്ന അർത്ഥമാണ്. അഷ്ഖ എന്ന് പറഞ്ഞതിൻ്റെ നേരെ അർത്ഥം പരമപരാജിതൻ എന്നാണ്, ഏറ്റവും വലിയ പരാജിതൻ എന്നാണ്. അപ്പോൾ ഏറ്റവും വലിയ പരാജയക്കാരൻ മാത്രമായിരിക്കുമോ നരകത്തിൽ കടക്കുക? അല്ല, പരാജിതരൊക്കെ നരകത്തിലേക്കാണ്. നരകത്തിൽ കടക്കുന്നവരാണ് പരാജിതർ, പരാജിതരൊക്കെ നരകത്തിലേക്കുമാണ്. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ലാ യദ്ഖുലുൻ നാറ ഇല്ലാ ഷഖീ. പരാജിതരല്ലാതെ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഖീല വമനി ഷഖീയു. ഉടനെ ചോദിച്ചു, ആരാണ് നബിയെ ഈ പരാജിതൻ? അള്ളാഹുവിൻ്റെ റസൂൽ മറുപടി പറഞ്ഞത്, അല്ലദീ ലാ യഅ്മലു ബിത്വാഅത്തിൻ വലാ യത്റുകു ലില്ലാഹി മഅസിയ. അള്ളാഹുവിന് വേണ്ടി സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുകയോ അള്ളാഹുവിന് വേണ്ടി തെറ്റുകളെ വർജിക്കുകയോ ചെയ്യാത്തവനാണ് പരാജിതൻ. അവനാണ് നരകത്തിൽ കടക്കുന്നത്. അവിടെ ഷഖീ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഏറ്റവും ഷഖീയായ, ഏറ്റവും വലിയ അഷ്ഖയായ വ്യക്തി മാത്രമല്ല നരകത്തിൽ പോകുക, എല്ലാ ഷഖീയും പോകും. അതുകൊണ്ട് അഷ്ഖ എന്ന് പറഞ്ഞെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷഖീ എന്നാണ് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു. കുല്ലു ഉമ്മത്തി തദ്ഖുലുൽ ജന്നത യൗമൽ ഖിയാമത്തി ഇല്ലാ മൻ അബാ. മറ്റൊരു സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എൻ്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗത്തിൽ പോകും പുനരുത്ഥാന നാളിൽ, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. ഖാലൂ വമൻ യഅബാ യാ റസൂലല്ലാഹ്. ആരാണ് നബിയെ ഈ വിസമ്മതിക്കുന്നവർ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ ഖാല, നബി തങ്ങൾ പറഞ്ഞു, മൻ അത്വാഅനി ദഖലൽ ജന്ന. എന്നെ അനുസരിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കും. വമൻ അസ്വാനി ഫഖദ് അബാ. എന്നെ ധിക്കരിക്കുന്നവൻ ആരാണോ അവനാണ് വിസമ്മതിച്ചവൻ. ഇത്രയും ആശയങ്ങൾ അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പോൾ ഇത് വെച്ച് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ അഷ്ഖാ ബിമഅന ഷഖീ. അഷ്ഖ എന്ന് പറഞ്ഞാൽ പരാജിതൻ എന്ന അർത്ഥത്തിനാണ്, ഏറ്റവും വലിയ പരാജിതൻ എന്ന അർത്ഥത്തിനല്ല. അത്ഖ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ആയത്തിൽ വസയുജന്നബുഹൽ അത്ഖ, എന്നാൽ തീർച്ചയായിട്ടും ഈ നരകത്തെ തൊട്ട് ദൂരയാക്കപ്പെടും. ഈ നരകത്തെ തൊട്ട് ദൂരയാക്കപ്പെടും.
അൽ അത്ഖ, ഭക്തനെ. അവിടെയും നേരെ അർത്ഥം പരമഭക്തൻ എന്നാണ്. എന്നാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹബീബ് റസൂലുള്ളാഹി മാത്രമാണ് അൽ അത്ഖ. അല്ലെങ്കിൽ മറ്റു ഏറ്റവും കൂടുതൽ തഖ്വയുള്ള അബൂബക്കർ സിദ്ദീഖിനെ പോലത്തവരെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ അവിടെ അഷ്ഖ എന്ന് പറഞ്ഞാൽ ഷഖിയാണെങ്കിൽ അത്ഖ എന്ന് പറഞ്ഞാൽ തഖിയുമാണ്. ഭക്തൻ എന്നേ അർത്ഥമുള്ളൂ. അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. കാരണം നരകാഗ്നിയിൽ കത്തിയെരിയുക എന്നത് പരമദുഷ്ടനോ സ്വർഗത്തിൽ കടന്ന് രക്ഷപ്പെടുക എന്നത് പരമഭക്തനോ ഉള്ളതല്ല. മറിച്ച് ദുഷ്ടന്മാർ നരകത്തിലും ഭക്തന്മാർ സ്വർഗത്തിലുമായിരിക്കും അവരുടെ ഏറ്റവും അവസാനത്തെ കേന്ദ്രം. ഇങ്ങനെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചത്. എന്നാൽ ഇനി ഇവിടെ ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകം, അതൊരു പ്രത്യേക നരകമാണെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക നരകമാണ്. അത് അഷ്ക മാത്രമേ കടക്കൂ എന്ന് പറഞ്ഞാൽ വസയുജന്നബുഹൽ അത്ഖ എന്ന് പറഞ്ഞെടുത്ത് നമുക്കറിയാം എല്ലാ തഖിയും നരകത്തെ തൊട്ട് ദൂരെയാക്കപ്പെടുന്നുണ്ട്, അകറ്റപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞത് എല്ലാ ഷഖിയും എല്ലാ തഖിയും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അല്ല, ഇതിന് പരമദുഷ്ടൻ എന്നും പരമഭക്തൻ എന്നും പറയാം. കാരണം ഈ ആയത്തിറങ്ങിയത് ഒന്ന് അബൂജഹലിൻ്റെ കാര്യത്തിലും, ഈ ആയത്തിലെ 2 ഭാഗങ്ങൾ ഇറങ്ങിയത് ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിലും മറ്റേത് അബൂജഹലിൻ്റെ കാര്യത്തിലുമാണെന്ന് പറയുന്നു. ആ പറഞ്ഞതനുസരിച്ച് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു മഹാനും അതേസമയം ബഹുദൈവാരാധകരുടെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ടവനും, രണ്ടും ഒന്ന് ബഹുമാനത്തിലും മറ്റേത് തിന്മയിലും അങ്ങേയറ്റത്തെത്തിയ 2 പേരാണ്. അവരുടെ ഇടയിൽ ഉള്ള ഒരു കമ്പയർ അത് നടത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത് വന്നിരിക്കുന്നത്. അവർക്കിടയിലുള്ള അവസ്ഥയെ കമ്പയർ ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിലൂടെ അവരെ പരമാവധി അവരുടെ ദുഷിപ്പും അവരുടെ നന്മയും പരമാവധി വലുതാക്കുക എന്നാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം. അപ്പോൾ അബൂജഹലിനെ അഷ്ഖ എന്നും അബൂബക്കർ റളിയല്ലാഹുവിനെ അത്ഖ എന്നും വിളിക്കുക എന്ന ഒരു ലക്ഷ്യം ഇവിടെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനു വേണ്ടി തന്നെ അതേ അർത്ഥത്തിൽ തന്നെയാണ്. അഷ്ഖ പരമദുഷ്ടനും അത്ഖ പരമഭക്തനുമാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാവുന്നതാണ്. എങ്കിൽ പിന്നെ ആ നരകത്തിൽ കടന്ന് കത്തുക അവർ മാത്രമേ ഉള്ളൂ, അഷ്ഖ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് അത് മറ്റുള്ളവർ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് കഅന്നന്നാറലം തുഖ്ലഖില്ലാലഹു, അവന് വേണ്ടി മാത്രം പടച്ചതുപോലെയുണ്ട് നരകം. അതുപോലെ തന്നെ സ്വർഗം അബൂബക്കർ സിദ്ദീഖിന് വേണ്ടി മാത്രം സൃഷ്ടിച്ചതുപോലെ അത് അവരുടെ മഹത്വവും അതുപോലെ തന്നെ ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വവും അബൂജഹലിൻ്റെ ആ നീചത്വവും രണ്ടും വേണ്ടത്ര മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ള ഒരു ശൈലിയാണ് എന്നും മഹാന്മാർ പറഞ്ഞത് കാണാം. ഇൻഷാ അല്ലാഹ് വസയുജന്നബുഹൽ അത്ഖല്ലദീ യുഅ്തി മാലഹു യതസക്ക എന്നത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അല്ലാഹു നമ്മെ പരാജിതരിൽ നിന്ന് രക്ഷപ്പെടുത്തി അത്ഖയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സ്വർഗം നൽകി സന്തോഷിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി